പിന്നെ തീവ്ര ദേശീയത രൂപപ്പെടുത്തിയെടുക്കും. ഇപ്പൊ ട്രംപ് എന്താ ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് മുമ്പ് എന്തൊരു വലിയ തീവ്ര ദേശീയതയാണ് ഉയർത്തിയത്. മാഗ എന്ന പേരിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് തീവ്ര ദേശീയത തെരഞ്ഞെടുപ്പിലേക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ട്രംപ് ഉപയോഗിച്ചു. അപ്പൊ തീവ്ര ദേശീയത ആയിരിക്കും ഉപയോഗിക്കുക. ആ തീവ്ര ദേശീയത പ്രയോഗിക്കുന്നതിന് വേണ്ടി ഓരോ രാജ്യത്തിനകത്തും കേന്ദ്രീകരിച്ച് പണം ഉണ്ടാക്കിയ വൻകിടക്കാരായ 4-5 മുതലാളിമാരുടെ സേവനം ആ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഉപയോഗിക്കുകയാണ്. അവന്റെ പണം ഉപയോഗിക്കുകയാണ്, അവന്റെ സൗകര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് അവര് അതിന്റെ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നത്. വംശീയത, ഇസ്ലാമോഫോബിയ, മറ്റേ ദിശയിലേക്ക് ഉയർന്നു വന്ന പ്രശ്നങ്ങളെ കൊണ്ടുപോയി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി വലതുപക്ഷ ഓർമ്മകളെ സ്ഥാപിക്കാൻ കൂടി ഇന്ന് ലോകത്ത് സാമ്രാജ്യ ശക്തികൾക്ക് സാധിക്കും. വല്ലാത്തൊരു അവസ്ഥയാണത്. മുൻകാലങ്ങളിൽ സാമൂഹ്യ സുരക്ഷ ഈ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്ത് അന്നത്തെ രാഷ്ട്രീയ ഘടനയിൽ സോഷ്യൽ ഡെമോക്രസി ഉണ്ടായിരുന്നു. മുതലാളിത്തം നടപ്പിലാക്കുമ്പോഴും സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കിയതാണ് സോഷ്യൽ ഡെമോക്രസി. ഇന്ന് ആ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ മുഴുവൻ തകർച്ചയാണ് ലോകത്ത് കാണുന്നത്. സോഷ്യൽ ഡെമോക്രസി തകരുന്നു, വലതുപക്ഷം രാഷ്ട്രീയ വലതുപക്ഷം ശക്തിപ്പെടുന്നു. ആ നിലയിലുള്ള പുതിയ പ്രതിഭാസങ്ങളും ഇന്ന് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം ഉണ്ടാവും. സ്വാഭാവികമായും ഇതിനെ മുറിച്ചു കടക്കുക, പ്രതിരോധിക്കുക എന്ന വലിയ ചുമതല നമുക്ക് ഇന്ന് ഏറ്റെടുക്കേണ്ടി വരുന്നു. അവിടെ ഇപ്പൊ പുതിയ ഈ നിലവിലുള്ള പ്രശ്നങ്ങൾ തന്നെ കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത വളർന്നു വരികയാണ്. അതാണ് ട്രംപിന്റെ ഈ വിജയം നൽകുന്ന ഒരടയാളം. ട്രംപ് പുറത്തു വന്ന ഉടനെ അധികാരത്തിൽ വന്ന ഉടനെ പ്രഖ്യാപിച്ചത് എന്താ? ഇവിടുന്ന് കുറെ ആളുകളെ പുറത്തേക്ക് അയക്കുന്നതാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൗതുകമാണല്ലോ, കുട്ടികളുടെ എണ്ണം കുറവായതുകൊണ്ട് 1-2 കുട്ടി ഉണ്ടെങ്കിൽ അവർ ചില എളുപ്പവഴികൾ നോക്കും. ആ എളുപ്പവഴികളിലൊന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തു വിട്ടൊരു ജോലി സമ്പാദിപ്പിക്കാം. കേരളത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. കേരളത്തിൽ 96% ആൾക്കാർക്കും വീടുണ്ട്. ലോകത്തെ എവിടെയും അതില്ല. ആ വീട് വിറ്റ കാശ് വെച്ച് മകനങ്ങ് പോവാം കാനഡയിലേക്ക്, അമേരിക്കയിലേക്ക്, UK-ലേക്ക്. അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ. ഞാൻ അതിന്റെ ബാക്കിയൊക്കെ പോകുന്നില്ല. ഇപ്പൊ എന്താ ട്രംപ് അവിടെ നിന്ന് കയറ്റിയിരിക്കുക. അപ്പൊ പുതിയ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോവാ ചാണ്ഡിഗറിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ പോവാ. അവിടെ നിന്നുള്ള പഞ്ചാബികളെ പിടിച്ചതിലിട്ടിരിക്കുക. താമസിയാതെ കണ്ട് പോരും. 7.5 ലക്ഷം ഇന്ത്യക്കാരെയാണ് ട്രംപിന്റെ പട്ടികയിലുള്ളത്. അവിടെ നിന്ന് കണ്ട് കയറ്റി അയക്കാൻ ഓരോ രാജ്യത്തേക്കും കയറ്റി അയക്കുകയാണ്. മെക്സിക്കോയിലേക്ക്, കൊളംബിയക്ക്, അങ്ങനെ ആളെ തിരിച്ചയക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അത് പ്രായോഗികമാക്കില്ലേ? ഒരു ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ്, വേറൊരു രാഷ്ട്രത്തിന്റെ അതിർത്തിയിലൂടെ പോകുന്ന പനാമ കനാൽ അത് ഞാൻ ഏറ്റെടുക്കും. പ്രഖ്യാപിച്ചില്ലേ? ആ ഡെൻമാർക്കിന്റെ അപ്പുറത്ത്, നെതർലൻഡ്സിന്റെ അപ്പുറത്ത് മറ്റേ അയർലൻഡ് എന്ന സ്ഥലമുണ്ട്. ഇപ്പൊ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് പാരിസ്ഥിതിക പ്രശ്നം. പാരിസ്ഥിതിക പ്രശ്നത്തിന്റെ ഏറ്റവും വലിയ ആഘാതമേൽപ്പിക്കുന്ന ഘടകം ഫോസിൽ എനർജിയാണ്. നമ്മുടെ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ. മറ്റൊട്ടേറെ ഘടകങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കാർബൺ പുറത്തേക്ക് വരുന്നതിന് വലിയ നിയന്ത്രണം ഉണ്ടാക്കുക. അത് സംബന്ധിച്ചുള്ള ഒരു കരാർ നമ്മൾ പാരീസ് കരാർ ഉണ്ടാക്കിയത്. അതിനുവേണ്ടി ഓരോ രാഷ്ട്രവും ചെലവഴിക്കേണ്ട പണം, ഏറ്റവും കൂടുതൽ കാർബൺ ലോകത്തിലേക്ക് അയക്കുന്നത് അമേരിക്കൻ ഐക്യനാടുകളാണ്. എന്താ ട്രംപ് ചെയ്തത്? അതിന്റെ പുറത്തേക്ക് പോകുന്നു. ₹1 ചെലവാക്കൂല. ഏറ്റവും വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്ന രാജ്യം ആ ആഘാതത്തിന്റെ പരിണത ഫലങ്ങളെ ഒഴിവാക്കാനുള്ള പരിശ്രമത്തിൽ ഒന്നും ചെയ്യില്ല. ചൂട് കൂടുകയാണല്ലോ. ഇപ്പൊ അടുത്തൊരു കാട്ടുതീ കത്തിയല്ലോ. കാലിഫോർണിയയിൽ കത്തിയില്ലേ? കാലിഫോർണിയയിൽ കത്തി. നല്ല ഹോളിവുഡ് സിനിമാ നടന്മാര് കോടാനുകോടി ചെലവാക്കി ഉണ്ടാക്കിയ വീട് വരെയാണ് കത്തിപ്പോയത്. കത്തിയത് ഇവിടെ എന്താ കാരണം? ഈ മാറ്റങ്ങളാണ്, പാരിസ്ഥിതിക ആഘാതങ്ങളാണ്. ഭൂമിയുടെ ചൂട് കൂടുകയാണ്, മനുഷ്യരാശി നിലനിൽക്കണ്ടേ? അതിന്റെ ഭാഗമായിട്ട് ഈ ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകുകയാണ്.
ഹിമാലയത്തിന്റെ ഹിമാനികൾ ഉരുകിപ്പോവുകയാണ്. എല്ലാവരും വേവലാതിയിലാണ്. ട്രംപ് വലിയ സന്തോഷത്തിലാണ്. കാരണം എന്താ, അയർലൻഡിലെ മഞ്ഞുരുകിയപ്പോൾ കുറച്ച് മണ്ണ് കണ്ടു. അതിൻ്റെ അടിയിൽ പ്രകൃതി വിഭവങ്ങളുണ്ട്, അതിൻ്റെ അടിയിൽ പെട്രോൾ ഉണ്ട്, അതിൻ്റെ അടിയിൽ ധാതുക്കളുണ്ട്. ആ ധാതുക്കൾ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് കിട്ടണം. അതാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞത്. അവിടെ ആ ദ്വീപിനെ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങാൻ പോകുന്ന, കാശ് കൊടുത്ത് വാങ്ങാണ്. എവിടെ? മഞ്ഞുരുകിയ സ്ഥലം. അതിൻ്റെ അടിയിലെ പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ പ്രകൃതിയുടെ വിനാശത്തിന്റെ മുന്നിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് അപകടത്തിലായ ഒരു കാലത്ത് ആ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം നാശത്തിന്റെ അടിയിൽ നിന്ന് ലാഭം കൊയ്യാൻ ബഹുരാഷ്ട്ര കുത്തകയ്ക്ക് വഴി വെട്ടിത്തെളിയിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന കഴുകൻ സാമ്രാജ്യത്വത്തിന്റെ ഏറ്റവും മോശപ്പെട്ട മുഖം നാം കാണുകയാണ്. അവർക്ക് വിധേയമായി നിൽക്കുന്നവരാണ് ഇന്ത്യയിലെ സംഘപരിവാറും RSSും BJPയും നരേന്ദ്രമോദിയും എന്നുള്ളതാണ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്കുണ്ടായ ഏറ്റവും വലിയ അപമാനത്തിലൊന്ന്. ഇതാ സംഭവിക്കുന്നത്. എത്ര വലിയ നാശം, എത്ര വലിയ കടന്നാക്രമണത്തിന്റെ സ്വരം. ഇതൊരു പുതിയ രീതിയിലേക്ക് കാര്യങ്ങളെ നയിക്കും. മറ്റു രാജ്യങ്ങളുടെ മേലെ നികുതി അടിച്ചേൽപ്പിക്കും. ഇപ്പൊ ചൈനയ്ക്ക് നേരെ നികുതി കൊടുത്തുപ്പോ. ആഗോളവൽക്കരണത്തിന്റെ പ്രത്യേകത എന്താ? ആഗോളവൽക്കരണത്തിന് ഒരു ലോകം ഒരു നികുതിയാണ്. അതുകൊണ്ടാണ് വാറ്റ് ഉണ്ടായത്, അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ GST ഉണ്ടായത്. നികുതി ഘടനയുടെ ഏകദാന സ്വഭാവം ലോകത്താകെ സാമ്രാജ്യത്വം മുതലാളിത്തം അടിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമാണ് അവന്റെ നിശ്ചിത താല്പര്യത്തോട് പട്ടി. മൂലധനത്തിന് എവിടെയും പോവാം, എവിടെയും ചെന്നിറങ്ങാം, ലാഭക്കച്ചവടം നടത്താം. ആ ലാഭക്കച്ചവടത്തിന് പറ്റുന്ന രൂപത്തിൽ ആ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കലാണ്. അതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അമേരിക്ക ഏകപക്ഷീയമായി അതിന്റെ സമ്പദ്ഘടനയെ സംരക്ഷിക്കുന്ന നയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നാൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവില്ലേ? ആ പ്രതിഫലനങ്ങൾ സ്വാഭാവികമായി ഗുണം ചെയ്യും. ലോക രാഷ്ട്രീയ ഘടനയെ കുറിച്ച് പഠിച്ചവർ പറയുന്നത് ഇത്തരമൊരു നിലപാട് കഴിഞ്ഞ നൂറ്റാണ്ടിൽ റൂസ്വെൽറ്റിന്റെ കാലത്ത് അമേരിക്ക സ്വീകരിച്ചപ്പോൾ അതിന്റെ പരിണതഫലമായി ലോകത്തുണ്ടായത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച. വളർച്ചയല്ല ഉണ്ടാവുക. താൽക്കാലികമായി രക്ഷപ്പെട്ടാൽ അതിന്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെടുന്ന രൂക്ഷമായ സാമ്പത്തിക കുഴപ്പത്തിന്റെ പ്രത്യാഘാതം മനുഷ്യരാശിയാകെ അനുഭവിക്കേണ്ടി വരും. അനുഭവം അതാണ് തെളിയിക്കുന്നത്. ആ വഴിക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ സാമ്രാജ്യം ശ്രമിക്കുകയാണ്. കീഴടങ്ങാത്തവരെ മേലെ യുദ്ധം അടിച്ചേൽപ്പിക്കുകയാണ്. വല്ലാത്ത ദുരിതകാലമാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സാമ്രാജ്യത്വ വിരുദ്ധമായ വലിയ പ്രവർത്തനങ്ങൾ നടത്തണം. ലോകത്ത് ഈ സാമ്രാജ്യത്വ നയങ്ങൾക്കും ആഗോളവൽക്കരണ നയങ്ങൾക്കും എതിരായിട്ടുള്ള ശക്തമായ പോരാട്ടങ്ങളെയും സമരങ്ങളെയും രൂപപ്പെടുത്തിയെടുക്കുകയും വേണം. ഇന്നത്തെ പ്രത്യേകത എന്താ? രണ്ട് സവിശേഷതകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ചൈന നേടിയിട്ടുള്ള വലിയ സാമ്പത്തിക വളർച്ച. ഇപ്പൊ മുതലാളിത്തം നടത്തിയ ഒരു പരിശ്രമം സോഷ്യലിസത്തെ തകർക്കാൻ തന്നെയാണ്. ഒന്നാമത്തെ ശത്രു പട്ടികയിൽ ചൈനയെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു വലിയ മാറ്റം ഉണ്ടായി. 1990കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ലോക സമ്പദ്ഘടനയുടെ ലോക GDPയുടെ 80% ഈ മുതലാളിത്ത രാജ്യങ്ങളുടെ കയ്യിൽ ചെന്നു. ഈ ഇടക്കാലത്തുണ്ടായ വ്യത്യസ്തങ്ങളായ സാമ്പത്തിക കുഴപ്പങ്ങളിൽ നിന്ന് അതിലൊരു മാറ്റം വന്നു. 80% ഉണ്ടായിരുന്ന അവരുടെ കയ്യിലെ GDP 54%-ആയി ചുരുങ്ങി. ചൈന 18% ഉൽപ്പാദിപ്പിച്ചു. മറ്റ് ഇതര രാജ്യങ്ങൾ ഒരു 40-42% ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പഴയതുപോലെയുള്ള ഏക ധ്രുവതയല്ല. ബ്രിക്സ് രാജ്യങ്ങളുണ്ട്. അവര് ഈ 6 രാജ്യങ്ങൾ ചേർന്ന് പുതിയ ചില നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അവരവരുടെ കറൻസിയിൽ സാമ്പത്തിക കൈമാറ്റം ആ ആലോചന വരുന്നു. ചൈന തന്നെ ഒരുപാട് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന തരത്തിൽ, അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് സഹായിക്കുന്ന തരത്തിൽ റോഡ് ആൻഡ് ബിൽറ്റ് ഇനിഷ്യേറ്റീവ് ഉണ്ടാക്കുന്നു. സാമ്രാജ്യത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ശൈലിയിൽ ചൈന കാര്യങ്ങളിൽ ഇടപെടുന്നു. വലിയ ഉൽപ്പാദനം കട്ടയച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ AI ടെക്നോളജി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാധനമാണല്ലോ. AI സാങ്കേതിക വരുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സംഭവിക്കുക. ഒന്ന്, ലോകത്തിന്റെ വാർത്താവിനിമയത്തെ, ആശയവിനിമയങ്ങളെ ഒക്കെ നടത്തും. ലോക സാമ്രാജ്യത്വം ഈ അതിന്റെ നയങ്ങൾ മാത്രമല്ല അതിന്റെ സാംസ്കാരിക മൂല്യങ്ങളെയും കയറ്റിയേക്കും. അതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ നിലയിലുള്ള ഇടപെടൽ നടത്താൻ സാധിക്കും. ഉൽപാദന മേഖലയിൽ വലിയ തൊഴിലാളികളുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ട് വലിയ ലാഭം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാനും AI ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയും. സ്വാഭാവികമായിട്ടും ഇന്നുള്ളതിനേക്കാൾ രൂക്ഷമായ തൊഴിലില്ലായ്മയാണ് അതിലൂടെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സങ്കീർണതകളുണ്ട്. പക്ഷെ അതിൻ്റെ ടെക്നോളജിയാണ്, സാങ്കേതിക വളർച്ചയാണ്. ആ സാങ്കേതിക വളർച്ചയുടെ വിപരീത ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താ ചെയ്തത്? ഈ മേഖലയിലെ സാങ്കേതിക വൈദഗ്ധ്യത്തെ കൂടുതൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ലോക മുതലാളിത്തം തയ്യാറായി. അപ്പോഴാണ് ചൈനയിൽ നിന്ന് പുതിയ AI ടെക്നോളജി ഇരിക്കേണ്ട പുതിയ സാധനമായിട്ട് ചൈന വന്നു. ചൈന വന്നപ്പോൾ ഭയങ്കര ഞെട്ടലായി. ഇവൻ വാങ്ങണേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിലേക്ക് AI സാങ്കേതിക വിദ്യയെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഇടപെടൽ ചൈനയ്ക്ക് നടത്താൻ കഴിയുന്നു. അതിപ്പോൾ വന്നല്ലോ. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഒരാഴ്ചയായിട്ട് അതല്ലേ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് വേണ്ടി നിൽക്കുന്നത്. കാരണം സാങ്കേതിക വിദ്യയിലെ മേധാവിത്വം കൊണ്ടാണ് അവർ പിടിച്ചിരിക്കുന്നത് അമേരിക്ക. അവിടെ ചൈന ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ EV ടെക്നോളജി ലോകത്തിപ്പോൾ എല്ലാം ഇലക്ട്രിക്കൽ വെഹിക്കിളിലേക്ക് മാറുകയാണ്. വലിയ തോതിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ പറ്റും. അമേരിക്ക ഇലക്ട്രിക്കൽ വാഹനങ്ങളിലേക്ക് നീങ്ങുന്നു, യൂറോപ്പ് നീങ്ങുമ്പോൾ അവർ ഉറപ്പാക്കുന്നത് എന്താ? ചൈനയുടെ ഇലക്ട്രിക്കൽ വാഹനം വരാൻ പാടില്ല. ഇപ്പൊ ലോകത്തിന് പ്രത്യേകത എന്താ? ഇലക്ട്രിക്കൽ വാഹനം വന്നാൽ പറയാൻ ബാറ്ററി വേണ്ടേ? നല്ല ബാറ്ററി വേണ്ടേ? നിങ്ങൾ കാറുണ്ട്, കാർ മേടിച്ചു, അതിൽ 70% ബാറ്ററിന്റെ പൈസയാണ്. ആ ബാറ്ററി വഴിയിലാണ് നിന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ കാശിന് പോയി. ഏറ്റവും നല്ല ബാറ്ററി ചൈനയുടെ കയ്യിലാണ്. അതാണ് അവരുടെ മേധാവിത്വം. അതിനെതിരായിട്ട് ഇപ്പോൾ യൂറോപ്പിൽ ബാറ്ററി ഉൽപ്പാദിപ്പിക്കാൻ നോക്കി, സാധിച്ചില്ല, കമ്പനി തെറ്റിപ്പോയി. ചൈനയ്ക്ക് വലിയ സാങ്കേതിക മേധാവിത്വം ആ മേഖലയിലുണ്ട്. ചൈനീസ് ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ലോക കമ്പോളത്തിലേക്ക് വന്നാൽ ഇന്നുള്ള ലോക മുതലാളിത്തത്തിന്റെ ആ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാവും. അതാണ് ചൈനയ്ക്ക് നേരെ പ്രതിരോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ചൈനയ്ക്ക് ഈ ഉൽപാദന മേഖലയിൽ ഇടപെടാവുന്ന പല മേഖലയിലുമുള്ള മികച്ച സാങ്കേതിക വിദ്യ അവരുടെ കയ്യിലുണ്ട് എന്നും ലോകം തിരിച്ചറിയുകയാണ്. അപ്പോൾ ചൈന അതിൻ്റെ നിലനിൽപ്പ് അമേരിക്കയുടെ കടന്നാക്രമണം ഒക്കെ ഉണ്ടെങ്കിലും ചൈന മുന്നോട്ട് പോകാം. ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു സൗഹൃദം. റഷ്യയെ മുഴുവൻ പിടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക നോക്കി യുദ്ധം പ്രഖ്യാപിച്ചു. റഷ്യ തളർന്നില്ല സാമ്പത്തികമായിട്ട്. എന്താ കാരണം? 1/3 കയറ്റുമതി ചൈനയിലേക്കാണ്. എണ്ണ കയറ്റുമതിയുടെ സിംഹഭാഗവും ചൈനയിലേക്കാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് സമൂഹത്തിൽ ഇപ്പോഴും ഗുണപരമായി പ്രവർത്തിക്കാൻ കഴിയുന്നതിന്റെ തെളിവുകളാണത്. അതിൻ്റെ അപ്പുറത്ത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളൊന്നും വലിയ തകർച്ച കൂടാതെ അങ്ങ് പിടിച്ചു നിൽക്കണില്ല. വിയറ്റ്നാമില് ജനജീവിതത്തിലും GDP വളർച്ചയിലും അഭിവൃദ്ധിയും. വടക്കൻ കൊറിയ പഴയ ക്ഷാമകാലത്ത് നിന്ന് പുറത്തേക്ക് വന്ന് രക്ഷപ്പെട്ട് മുന്നോട്ട് പോകുന്നു. ലാവോസ് അതിൻ്റെ പൊതുവളർച്ചയിൽ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. ക്യൂബ ഇപ്പോൾ ട്രംപ് വന്നു, വീണ്ടും ഭീകര രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. വലിയ തോതിൽ ഒരു സാധനവും കയറ്റുമതി വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ കെട്ടിയിട്ടിരിക്കുക. കോവിഡ് അവരുടെ ടൂറിസം വ്യവസായത്തെ തകർത്തു കഴിഞ്ഞിരിക്കുക. എങ്കിലും ആ ക്യൂബ കീഴടങ്ങാതെ പിടിച്ചു നിൽക്കുകയാണ്. ചൈനയുടെ നല്ല മുൻകൈ, ലോകത്തിന്റെ മുന്നിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, പുരോഗമന ആശയങ്ങൾ, അതിന്റെ വർദ്ധമാനമായ പ്രസക്തി കൂടി ബോധ്യപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളും നമുക്ക് ചുറ്റും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും.